അയ്യോ കാറ്റടിക്കുമ്പോ മോളിൽ നിന്നൊക്കെ എന്തൊക്കെ വരുന്നത്. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഹൊറർ ഫീൽ തോന്നുന്നുണ്ടോ? നോക്ക് കാറ്റ് കേൾക്കാൻ പറ്റുമെന്ന് പക്ഷെ ഇവിടെ നമ്മൾ ലെഗ് പീസ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഒള്ളി ലെഗ് പീസ് ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പം ഇപ്പോൾ സമയം വൈകിട്ടായി. നമ്മൾ നേരെ തെന്മലക്ക് യാത്ര ആയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയും അച്ഛനും പോവുകയാണ് തിരിച്ച് വീട്ടിലേക്ക്. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മൾ അവരെ യാത്രയാക്കാൻ വേണ്ടി നമ്മളോട് നേരെ വീട്ടിലോട്ട് പോവാന്ന് വിചാരിച്ചു. പോയി എന്തെങ്കിലും സാധനം എടുക്കാണ്ടോ അവിടെ നിന്ന്? എനിത്തിങ് നാളെ തൊട്ട് നമ്മൾ 3 പേര് മാത്രം. ഇനി കരയുമ്പോ അമ്മ കുഞ്ഞിനെ ഇടുന്ന് ഞാൻ ആരോട് പറയും? ഇനി നമ്മൾ രണ്ടുപേരും മാത്രം. ഇപ്പം ഒന്നിച്ചിരുന്ന് കഴിക്കാൻ പറ്റത്തില്ല. ഇതിനായിട്ട് നമ്മൾ ഒന്നിച്ചിരുന്ന ഫുഡ് കഴിക്കുകയാണ്. അപ്പൊ ഇനി അതൊന്നും നടക്കുന്നില്ല. കടി കൊണ്ടുവരുന്നു. കടി മുതുക്ക് വാഴയ്ക്കാപ്പോ എന്തു സൈസ് അടിക്കും വാഴയ്ക്കാപ്പത്തിന്. ഇതിനകത്ത് നിറച്ചിട്ടുണ്ട്. പഴം നിറച്ചതായിരിക്കും കേട്ടോ. സൈസ് ലൈഫിൽ ആദ്യമായിട്ട് ഇത്രയും വലിയ പഴം കഴിക്കുന്ന അവിലോ എങ്ങനെയുണ്ട്? സൂപ്പറാ. നമ്മൾ ഇത്ര അടുത്ത് കിടന്നിട്ട് ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലല്ലോ ഏട്ട തിന്നാണ്ടേ ടിഷ്യൂ കൂടി തിന്നല്ലേ? രാത്രി എല്ലാവർക്കും ബീച്ച് കാണണമെന്ന് തോന്നും, ചില ഫുഡ് കഴിക്കണമെന്ന് തോന്നും, അങ്ങനെ പല പല ആഗ്രഹങ്ങൾ തോന്നും. ഇത് വല്ലാത്തൊരു ആഗ്രഹം, റെയിൽവേ സ്റ്റേഷൻ കാണണമെന്ന്. റെയിൽവേ സ്റ്റേഷൻ അത് സ്വന്തം നാട്ടില് കണ്ടിട്ടില്ലെന്ന്. അതാ പുതിയതാണ്ട് പണിഞ്ഞ് പുതിയതാണ്ട് കിടക്കുന്നുണ്ടില്ലേ? ട്രെയിൻ ഓടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ പിന്നെ റെയിൽവേ പാളത്തിന് ട്രെയിൻ അല്ലാതെ പിന്നെ കപ്പൽ ഓടുവണ്ണേ. അല്ല, പണി മൊത്തം തീരാതെ തന്നെ ഓടി തുടങ്ങി തോന്നുന്നു. പണി തീരാതെ ഓടുവല്ലേ? ഇവിടുന്ന് എടുത്തോണ്ട് വന്നത്. അയ്യോ, ഈ നാട്ടിൽ തന്നെ കൊണ്ടുവരുന്നതാ. നമുക്ക് ഒരു ദിവസം പോണേ. എങ്ങോട്ട്? തുരങ്കൊക്കെ ഉണ്ട്. അയ്യോ, കാറ്റടിക്കുമ്പോ മോളിൽ നിന്നൊക്കെ എന്തൊക്കെ വരുന്നുണ്ട്. പൊന്നെ പൊടി. സത്യം പറഞ്ഞാൽ ട്രിവാൻഡ്രത്ത് കാറ്റില്ല കേട്ടോ. കാറ്റും മഴയും കൊടുങ്കാറ്റൊക്കെ വേണം. നിങ്ങൾ തെമ്മലൊക്കെ വരണം. അത് ഇതാ തമിഴ്നാട്ടിൽ നിന്ന് അടിക്കുന്ന കാറ്റ്. ഇല്ല, കിഴക്ക് നിന്ന് അടിക്കുന്ന കാറ്റില്ല, വടക്കൻ കാറ്റ് എന്നൊക്കെ പറയുന്ന പോലെ. പുതിയതായിട്ട് പണിഞ്ഞെന്ന് വിചാരിച്ചാൽ നമുക്ക് കാണാൻ പാകുന്നു. എന്നാ കണ്ടോ അമ്മയുടെ ഇനി മേലെ ആഗ്രഹം പറയുന്നത്? കണ്ടോ റെയിൽവേ സ്റ്റേഷൻ, പാരാത് റെയിൽവേ സ്റ്റേഷൻ. അച്ഛൻ വൈപടിച്ചെങ്ങ് പോകും. കൊള്ളാം, നല്ല റെയിൽവേ സ്റ്റേഷൻ. ഇവിടുന്ന് ചെങ്കോട്ടയിൽ ഒരു ദിവസം നമുക്ക് ട്രെയിനിൽ പോകാം. ഇവിടുന്ന് ചെങ്കോട്ടയിൽ പോകുന്നത് നല്ല അടിപൊളി വൈബാന്ന് കേട്ടിട്ടുള്ള. ഞാൻ പോയിട്ടില്ല. ബ്രിട്ടീഷുകാര് ഇനി കണ്ടായിരുന്നു ഉണ്ടാക്കുന്നത്. കാരണം അവരാ ഉണ്ടാക്കിയ പണ്ട്. കാരണം അവരിൽ ഈ ട്രെയിൻ പാൾ അവർക്ക് ആവശ്യം ഉണ്ടായിരുന്നു. അടുത്ത കാറ്റ് കേട്ടാ, അടിപൊളി. ഓ പോന്ന ആരും ഇല്ല കേട്ടോ. കാരണം ഇവിടെ അങ്ങനെ എപ്പോഴും ട്രെയിൻ വരത്തില്ല. എനിക്കൊന്നും ഒരു ദിവസം 2 വട്ടം രാവിലെ 5 ഗുഡ്സ് ട്രെയിൻ. കാരണം വീട്ടിൽ കിടക്കുമ്പോ 5:30 ആകുമ്പോ ട്രെയിൻ പാളത്തിന് സൗണ്ട് ചെയ്തു. പണ്ട് ഫോൺ ചെയ്യുമ്പോ ഓർക്കുന്നോ? ചാണകം ഗുഡ്സ് അല്ലേ? കാണുന്നില്ലേ? കാണണമെന്ന് പറഞ്ഞു വന്നേ ഇല്ലേ? ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ 2 വരി പാതയുണ്ട്. ഇത് അതിൽ കൂടെ ഒരെണ്ണം അങ്ങോട്ട് പോകും, ഒരെണ്ണം ഇങ്ങോട്ട് പോകും. അതുകൊണ്ട് ഇവിടെ ഷീറ്റ് ഉണ്ട്, 2-3 ട്യൂബ് ലൈറ്റ് ഉണ്ട്. വേണമെങ്കിൽ നമുക്കൊരു പന്തലിടാം. പന്തലിട്ട് ഇവിടെ കുറച്ച് DJ ഒക്കെ ആക്കിയിട്ട് എന്തോ ഇനി പ്രതീക്ഷിക്കുക. എന്തോ റെയിൽവേ സ്റ്റേഷനിൽ പാളം അല്ലാതെ ഇനിയിപ്പോ എന്തോ DJ പാർട്ടി നടത്താൻ പറ്റൂ ഇവിടെ. ഇനിയിപ്പോ ട്രെയിനും കൂടെ കണ്ടാ കൊള്ളായിരുന്നു. കൊടുങ്കാറ്റ് പോലെ. എന്റെ പള്ളിയിൽ എന്തോ എനിക്ക് എന്തോ ഒരു ഹൊറർ ഫീൽ ഒക്കെ തോന്നുന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവിടെ ഒരു അമ്പലം ഉണ്ട്. ഇതാ അമ്പലം. തണുത്ത കാറ്റുണ്ടല്ലേ? അത് ഇവിടെ മലയാണ് കേട്ടോ. മേളില് മലയും നല്ല തണുത്ത കാറ്റ്. ഞങ്ങളുടെ നാട് കാട് പ്രദേശമാണെങ്കിൽ ഇതുപോലെ കാറ്റൊക്കെ കിട്ടും. കുറ്റം പറയല്ലോ. കൂടെ തെമ്മലയിൽ എന്തുണ്ട്? തെമ്മലയിൽ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. കാണങ്ങോട്ട് ശരി. തെമ്മലയില് സിനിമ തിയേറ്റർ ഉണ്ടാ? ഉണ്ടായിരുന്നു പണ്ട്. അമ്മ തർക്കിക്കും. എവിടെ തിയേറ്റർ? ഫസ്റ്റ് ചേച്ചിയുടെ വീടിന്റെ മണ്ടയിലായിരുന്നു പറയുന്ന കാര്യം. അന്ന തിയേറ്റർ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഹൊറർ ഫീൽ തോന്നുന്നുണ്ടോ? നോക്ക് കാറ്റ്. അവർക്ക് കേൾക്കാൻ പറ്റുമെന്ന് പറഞ്ഞോ. പക്ഷെ ഇവിടെ ഭയങ്കര
കാറ്റ് ഇത് മിന്നി കത്തുന്ന ആരുമില്ല. വിജനമായ റെയിൽവേ സ്റ്റേഷൻ, മേഘകളിലും മല. മൃദുലേ ഓടിക്കോ. ആ എന്തിന് അങ്ങോട്ട്? അവിടെ കക്കൂസ്. ഇങ്ങനെയൊക്കെ പ്രേതം. വാ പോവാ. നമുക്ക് ഇനി ഇവിടുത്തെ ഡ്രൈവ് ചെയ്ത് നൈറ്റ് ട്രിവാൻഡ്രം പോവാനുള്ളതായിരിക്കും. ഇത്രയും നാളെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു കൂടെ, പ്രസവം എല്ലാം. ഞാൻ എത്ര വട്ടം ദേഷിക്കുന്നറിയോ കൂടെ കൂടെ. എന്തായാലും എനിക്ക് ആ ദേഷ്യം വരുമ്പോഴോ എനിക്ക് എന്തെങ്കിലും വേണമെങ്കിലോ എന്റെ ദേഷ്യം മൊത്തം ഞാൻ തീർക്കുന്ന അമ്മയോടായിരുന്നു. അമ്മ അതുകൊണ്ടോ, അമ്മ ഇതുകൊണ്ടോ, അമ്മ കുഞ്ഞിനെ ഡെലിവറി ടൈമിൽ ഫുള്ള് ഇനി ആരോട് ദേഷിക്കുന്നു. ഇനി നമ്മള് 3 പേര് കാറ്റില്ലേ. അടിപൊളി. അത് തണുത്തൊരു കാറ്റാ. അടിപൊളി കേട്ടോ. നടുക്കൊരു മാവ്. പക്ഷെ പകലായിരുന്നു നൈസായിരുന്നു. അന്നൊരു ദിവസം നമ്മള് വീഡിയോ എടുക്കാൻ വന്നില്ല, അവിടെ നിന്നൊരു വീഡിയോ എടുക്കില്ലേ? സൂപ്പർ. ഈ ടൈമിലൊന്നും ഞാൻ അങ്ങനെ ഇവിടെ നിന്ന് വന്നിട്ടൊന്നുമില്ല. ഈ ടൈമിൽ എല്ലാവരും രാത്രി റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ എല്ലാന്ന് ചോദിക്കും. സ്വന്തം നാട്ടിൽ കിടന്നിട്ട് ഇങ്ങോട്ടൊന്നും കണ്ടിട്ടില്ല, മൃദുല ആദ്യമായിട്ട് കാണുന്നുള്ളൂ. പക്ഷെ ഈ സമയത്തൊന്നും ഇവിടെ വന്നിട്ടില്ല. എത്ര വർഷമായി കാറ്റിലൊക്കെ. അടിപൊളി. തണുപ്പുണ്ട്. വീട് കിടക്കുന്നത് കണ്ടോ സുഹൃത്തുക്കളെ? ഇവിടെ ഭയങ്കര കാറ്റ് കേട്ടാ. അയ്യോ, വൃശ്ചിക മാസത്തിലെ കാറ്റെന്നൊക്കെ പറയണത് ഇവിടെ വന്നാലേ അത് ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ വീട് ഇത്രയും നാൾ ഏതാണ്ട് ഒരു മാസം അടുപ്പിച്ചാവാറായി. വീട് അടക്കിടക്കും. ഇവിടെ ഫുള്ള് കരിയിലേയും ചവറുമായിട്ട് വണ്ടി അകത്ത് കയറ്റാൻ പോലും പറ്റാത്ത അവസ്ഥയില്ല കേട്ടോ. നമ്മൾ വണ്ടി വെളിയിട്ടിട്ട് ഇതേ ഇവിടെ തൂക്കുക. ഫുള്ള് കരിയില്. എൻ്റെ മോനെ എന്തിന്റെ കൂടെ കഴിക്കുന്നത്? ഫ്രൈഡ് റൈസും മോദകവും. ഇതിന്റെ പൊന്നോ, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്ന. നിനക്കുള്ള വിളി വന്ന് മൃദുല കഴിക്കുന്നത് അവന് കറക്റ്റ് അറിയാം. കറക്റ്റ് അറിയാം. ആ മോദകത്തിന്റെ ഇത് വീണ് കേട്ടോ അതിനകത്ത്. നല്ലതാ, പയർ ആരോഗ്യത്തിന് നല്ലതാ. കഴിച്ചിട്ട് വരാം. യാത്രയാവുകയാണ്. ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്. കറണ്ടും ഇല്ല. രാത്രി യാത്രയില്ല. നേരെ ട്രിവാൻഡ്രം. ഞാൻ പാടിയാ മതിയാ? അവ എന്റെ കൈ ഇരുന്ന അവ ഉറങ്ങൂല. അവളെ കൈയിരുന്ന വീണ്ടും അവ ഉറങ്ങും. ഇത്രയും നേരം അവളെ കൈ അടങ്ങാതിരുന്നതാ. ഞാൻ ഒന്ന് എടുത്തപ്പോൾ കരച്ചിൽ തുടങ്ങിയതാ. ഞാൻ എടുത്ത എഡിറ്റിംഗ് ആണ് കേസ്. എഡിറ്റിംഗ് ഒക്കെ പാതിയായി. കാണിലോട്ട് ഇങ്ങനെ ഉറക്കം വന്നിരിക്കുക. സമയം 2:04. എനിക്ക് കിടന്ന് ഉറങ്ങണം. ഞാൻ മിക്കവാറും ഈ സെറ്റിൽ കിടന്ന് ഉറങ്ങും. ഇല്ല കേസ്. വീട് വന്നപ്പോൾ വീടങ്ങ് ആകെ ഒഴിഞ്ഞ പോലെ. ന്യൂ ഇയർ പാർട്ടിയൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച് തകർത്തതിന് ശേഷം വീട്ടിൽ അമ്മയും അച്ഛനും എല്ലാവരും പോയി. ആരുമില്ല. ഉറങ്ങിയ ഫീലില്ലേ? ഇല്ലേ? വീട്ടിലൊന്നും ഒന്നുമില്ല. നാളെ കാണാം ഗൈസ്. ഹേ ഗൈസ്, അപ്പം നമ്മളെ ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ. ഊഷി ഉണ്ടാക്കി, എഗ് റോസ്റ്റ് വെച്ചു. ഇവിടെ മുട്ടക്കറിയല്ല എഗ് റോസ്റ്റ്. ഇപ്പൊ അവൻ എടുത്തിട്ടോ മടി വെച്ചോണ്ടിരുന്ന് കഴിക്കാം. ഇനി അങ്ങനെ ശീലിക്കാൻ പറ്റൂ. അമ്മ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് 2 പേരും കഴിക്കാം. ഇനിയിപ്പം അമ്മ ഇല്ലാന്നുണ്ടെങ്കിൽ അവനെ മടിയിൽ വെച്ചിരുന്ന് കഴിച്ച് ശീലിക്കണം. വന്നല്ലോ വനമാല, വന്നല്ലോ. കഴിക്കാം. നിനക്ക് തരത്തില്ല, നീ കണ്ടോണ്ടിരിക്കണം. നീ ഇതിലില്ല, നീ ഇത് കണ്ടാ മതി. ചെറിയ ദോശ, കുട്ടി ദോശ കേട്ടോ. ഞാൻ നെയ് റോസ്റ്റ് ഒന്നും നമുക്ക് വലുതായിട്ടൊന്നും ആക്കാനുള്ള എക്സ്പേർട്ട് ആയിട്ടില്ല നമ്മള്. മുട്ട പൊളിച്ചതിന്റെ ഷേപ്പ് ഇല്ലാതായി പോയി, ക്ഷമിക്കണം. മുട്ടക്കൊരു ഷേപ്പില്ല. ഞാൻ സംസാരിക്കട്ടെ. നേരത്തെയൊക്കെ മുട്ടയൊക്കെ പൊളിച്ചത് ഇച്ചിരി ഏറ്റവും മൂലം പോയില്ല ചോദിക്കല്ലോ. ഒരു മുട്ട വിളിക്കാൻ അറിഞ്ഞുകൂടെ? എന്ത് കാണിച്ചു വെച്ചേക്കുന്ന നോക്കുന്ന മുട്ടക്കറിക്കത് നിനക്കില്ല. ഓടുക്കോ. കൊള്ളായിട്ട് കിഴങ്ങ് കിട്ടോ? ആ ഇച്ചിരി കിഴങ്ങ് കിട്ട്. അതാ എന്തോ അരിഞ്ഞെടുക്കുന്ന കുട്ടി ദോശ.
ഞാൻ അവന് വെച്ച ദോശയത് ചെറുക്കൻ കഴിക്കാറാവാത്തതുകൊണ്ട് കുട്ടി ദോശ ആൻഡ് എഗ് റോസ്റ്റ്. ഞങ്ങള് തന്നെ. ഓ ഇല്ലേ ഓ ഗൈസ്, അപ്പൊ രാത്രി ഈവനിങ് ആയി. നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് എന്ത് കഴിച്ച മുതലേ നമ്മളൊരു ബിരിയാണി ഓർഡർ ചെയ്തു. ഒരു ബിരിയാണി ഓർഡർ ചെയ്തിട്ട് ഷെയർ ചെയ്ത് കഴിച്ചു. ഇന്ന് ഫുള്ള് ഇവൻ ഉറങ്ങിയിട്ടില്ല. ഇന്ന് വൈകിട്ട് ഇച്ചിരി നേരം ഉറങ്ങിയപ്പോൾ നമ്മൾ കുറച്ച് വീട്ടു ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇന്ന് ഫുള്ള് കുരുത്തക്കേടായിരുന്നു. ഇന്ന് ഫുള്ള് കുരുത്തക്കേട്. നമ്മളിന്ന് രാത്രി വല്ലതും വേവിച്ചാലും അമ്മച്ചിക്ക് നിനക്ക് പാല് തരാൻ പറ്റൂ, ഇല്ലെങ്കിൽ നീ പട്ടിണി കേട്ടോ, നീ പട്ടിണി. ഞാൻ ഇന്ന് കുളിച്ച് ഇറങ്ങിയപ്പോ തോർത്തിയപ്പോ എന്നെ ഇങ്ങനെ അവിടെ കിടന്നോണ്ട് ഇങ്ങനെ നോക്കുന്നു. അതുമല്ല ഇപ്പൊ ഒറ്റയ്ക്ക് കിടന്നാ കരയും ഇല്ലേ? ആരെങ്കിലും വേണോ അടുത്ത്? അത് ഞാൻ വേണം അവൻ എപ്പോഴും. എന്റെ ഒരു ചൂടുണ്ട്, അതിന് ചൂട് കിട്ടിയാൽ ഇച്ചിരി നേരം പിടിച്ചാണ് എന്റെ കൊച്ചിന്റെ കയ്യിൽ പിടിച്ചോ. എന്തൊക്കെ ഗൈസ് നമ്മള് എന്ത് ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമ്മള് ലെഗ് പീസ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഒള്ളി ലെഗ് പീസ് ഗൈസ്. എല്ലാം ലെഗ് പീസ് മാത്രമല്ല ഇഷ്ടം. പറയുന്ന ആളെ ലെഗ് പീസ് തിന്നല്ലേ ഇഷ്ടമല്ല. ഏട്ടൻ ഓർഡർ ചെയ്യുന്ന KFC മൊത്തം ലെഗ് പീസ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ 12 ലെഗ് പീസ് ഉണ്ട്. 12 നമുക്ക് വറക്കാം. വറക്കണോ? ഒരു 2 എടുത്ത് വറക്കാം. 2 എടുത്ത് വറക്കാം. ഓക്കെ, 2 വറക്കാം. ബാക്കി നമുക്ക് ബിരിയാണി ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പൊ 4 വറുത്താലോ? വേണ്ട 2 മതി. അതിൽ കൂടുതലില്ല 2 മതി. പോണേ നല്ല ടേസ്റ്റ് ആണെങ്കിൽ 2 മതി. 2 വറക്കാം. ബാക്കി നമുക്ക് ബിരിയാണി വെക്കാം. ഓക്കെ ഗൈസ്, ലെറ്റ്സ് മേക്ക് ഇറ്റ് ചിക്കൻ ബിരിയാണി. എത്ര 10 മിനിറ്റ് ഒന്നും പറയണ്ട, സമയം എടുക്കും കേട്ടോ. സമയം എടുക്കും. കാരണം സമയം ഒന്നും പറയുന്നില്ല. നമുക്ക് വേഗം ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. മുതലേ പോയി കുഞ്ഞിനെയൊക്കെ കുളിപ്പിച്ചില്ല, ഉറക്കിയിട്ട് വന്ന് ഞാൻ അപ്പോഴത്തേക്ക് വെജിറ്റബിൾസ് ഒക്കെ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അടിക്കണം ഗൈസ്. നമ്മളെ മിക്സി ഗൈസ്. ഇതൊരു ബ്ലേഡ് ആണ് കേട്ടോ, ഇതൊരു ബ്ലേഡ് ആണ് സംഭവം. ഇങ്ങനെ തന്നെ കണ്ടാ, ഇങ്ങനെ ഇട്ടിട്ട് ക്ലിപ്പ് നേരെ ഇതെടുത്ത് അങ്ങോട്ട് വെക്കുക. ഇട്ടിട്ട് ഇതിങ്ങനെ വെക്കണം, ക്ലോസ് ചെയ്യണം. കണ്ടോ, മനസ്സിലായില്ലേ? ഒരെണ്ണം ഇടയ്ക്ക് കയറി കേട്ടോ. പക്ഷെ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. സിമ്പിൾ. ഇടുക. അവിടെ പെണ്ണ അതിനകത്ത് സാധനം കാട്ടില്ല. ഓക്കേ, ഇത് ഒന്നി തന്നെ ഇരിക്കുന്നേ. 2 ആക്കണോ? ഏട്ടാ, എനിക്ക് നീ അരിഞ്ഞത് പിന്നെ കിടന്നരിയോ? ഇല്ല ചിലപ്പോ അതിനകത്തൊരു അതിനകത്ത് ബ്ലേഡ് ഇല്ല, പ്ലാസ്റ്റിക് എന്നാലും കുഴപ്പമില്ല. ഞാൻ അരിയാ. ഒരെണ്ണം വെച്ചേരി. നമുക്ക് എളുപ്പപ്പണിയല്ലേ, 2 വെച്ച് നോക്കാം. പെണ്ണെ ആക്രാന്ത കളി, നേരെ അരിയത്തില്ല. ഒരെണ്ണം വെച്ച് മര്യാദ കരി. സവാളയുടെ വാട വരത്തില്ല. ഇത് സവാള അരിയൊക്കെ ചെയ്യുമ്പോ ചിലപ്പോ അരിയുന്നവർക്ക് കണ്ണു നിർത്തില്ല. സത്യം, അടുത്തിരിക്കുന്നവർക്ക് കണ്ണു തീർന്നേ. ഇത് ചെറുതാണേ. ഈ ചെറുതെല്ലാം കൂടെ എടുത്താൽ ഒന്നിച്ചിട്ടെ. ഇനി അത് നിന്ന് ഉള്ളിൽ കയറിയാ ഇനി അത് മാറ്റി. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു ഫീലില് പുള്ളിവടയൊക്കെ ഉണ്ടാക്കിയല്ലോ. ഇനിയിപ്പോ എന്ത് വേണമല്ലേ? ഇതിനകത്ത് മാവിടുക, ഇളക്കുക, ഉപ്പിടുക, അത്രേ ഉള്ളു. നല്ല ചെറിയ സ്ലൈസ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് നമ്മള് ബിരിയാണിക്കൊക്കെ അരിയുന്ന ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അതേപോലെ കണക്ക് തന്നെ വന്നിട്ടുണ്ട്. ഫസ്റ്റിലെ ബട്ടർ ഇടാം. ബട്ടർ നമ്മൾ കുറച്ച് സ്പൈസസ് ഇടുക. ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. അടുത്ത് എന്തുവാ, കറുകപ്പട്ട അങ്ങനെ ഐറ്റം വല്ലതും ഉണ്ടോ? കറുകപ്പട്ട ഉണ്ട്. നമ്മളൊന്നും എടുത്ത് വെച്ചിട്ടല്ലേ തുടങ്ങുന്നത്, അങ്ങ് വരുമ്പോ അങ്ങ് ഇടുക ഓരോന്ന് ആ ഫ്ലോയ്ക്ക്.
ഇല്ല, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് തട്ടിയിട്ടാണ് തക്കാളി തട്ടുന്നത്. തക്കാളി കുട്ടൻ, തക്കാളി നമ്മൾ അടിച്ച് പിരിച്ച് ഒരുമാതിരി അതിപ്പോ വേവും ആ തക്കാളി. മാറി എന്നോ അല്ലെങ്കിൽ ആവി മൂത്തോട്ട്. കൊറേ ആവി കണ്ടതാ. അയ്യോ, ആവിയുടെ വെള്ളം വീണ് കണ്ട. അതാ പറഞ്ഞതാണ്ട് ഇങ്ങോട്ട് അടപ്പിനെ തിരികെ വെള്ളം. മതി മതി, മാറി മാറി, ഇനി മാറി. ഞാൻ 2 ഇളക്കിളക്കി തന്നിട്ട് പോകും. നീ ഇളക്കിയോ, ഞാൻ പൊടിയിടാം. അയ്യോ, അതങ്ങ് തുറക്കാൻ എന്ത്. ഇവിടെ ഒരാൾ നല്ല ഉറക്കമായി സുഹൃത്തുക്കളെ. ഇത്ര നേരം ഒറ്റയ്ക്ക് കിടന്ന് കളിയായിരുന്നു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുക്ക് ചെയ്യും വരും, ഇടയ്ക്കിടയ്ക്ക് കുക്ക് ചെയ്യും വരും. ഈ ചെക്കൻ നല്ല ഉറക്കമായിട്ടോ. അമ്പൂട്ട അമ്പൂട്ട നല്ല ഉറക്കം. ഇന്നത്തെ ഉടുപ്പ് എങ്ങനെയുണ്ട്? അയ്യോ 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 അയ്യോ, പരപ്പായിട്ട് ഉണരും കേട്ടോ. നമ്മൾ കുക്കിംഗ് ഇല്ലെങ്കിൽ പാതി വഴിക്കാവും. വാ, കണ്ടിന്യൂ ചെയ്യാം ഗൈസ്. വെള്ളം തിളച്ച സുഹൃത്തുക്കളെ. ഇനി എന്തിനിടണം? അല്ല, ചിക്കൻ ബിരിയാണി ചിക്കൻ ഉണ്ട്. ഗൈസ്, ലെറ്റ്സ് ചിക്കൻ. ഫസ്റ്റ് കാല്, സെക്കൻഡ് കാല്, തേർഡ് കാല്. കാല് തന്നെ നമ്മളെ ഉള്ളൂ. കാല മൂടിയാണ് ക്ലോസ്ഡ്. ഇനി നമ്മൾ സമയം കളയില്ല കേട്ടോ. ഇനി നമ്മൾ റൈസ് ഇടണം. മതി, ഇനി കൈ വെച്ച് പഠിച്ചില്ല. മറ്റേ അതിന്റെ അടുത്ത് കുത്തി നോക്കട്ടെ വെള്ളം എത്ര ഉണ്ടെന്ന്. ഓ, പ്രോയാ? പ്രോ കളിക്കുന്നു പള്ളി. ഇന്നാ തെർമോമീറ്റർ. ഇല്ല, എത്ര വേണം? അത് എത്ര വേവണ്ടേ? 1 കിലോ വേവണ്ടേ? അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഫുഡ് കഴിക്കാം. കുഞ്ഞോടെ ഭയങ്കര കരച്ചില്. ഇതൊക്കെ നമ്മളിത് ഇളക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത ചിക്കൻ ഫ്രൈ ഉണ്ട്. മൃദുലത മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുഞ്ഞ് കരഞ്ഞ് ഉറങ്ങിയതിന് ശേഷം അവള് വന്ന് ഫ്രൈ ചെയ്ത് കഴിക്കാം. സമയം എത്ര ആയില്ലേ? മുതലേ 11 മണി കഴിഞ്ഞ്. അയ്യോ, അവൻ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടാ. കുഞ്ഞിങ്ങനെ ആയി കഴിഞ്ഞാൽ പതുക്കെ ഇന്ന് എന്തായാലും ഒന്നിച്ചിരുന്ന് കഴിക്കണം. അതുകൊണ്ട് അവ ഉറങ്ങുന്നിടം വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഒന്നിച്ചിരുന്ന് കഴിക്കാം. തൈരില്ലായിരുന്നില്ല, നമുക്ക് സലാഡ് ഉണ്ടാക്കാറ്. കുഴപ്പമില്ല, ഇത്രയൊക്കെ ലക്ഷറി ആയി മതി. പക്ഷെ നീ ടേസ്റ്റ് ചെയ്തോ? ഇല്ല ഏട്ടാ. മഞ്ഞ റൈസും മഞ്ഞ ചുരിദാറും എന്താ ഇല്ലേ? ചിക്കൻ ഫ്രൈ. ചോറിച്ച് സ്റ്റിക്ക് ആയിപ്പോയി. നല്ല ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ നല്ല വെന്ത് തറയിൽ പോയി. മൊത്തം ഒരു ലെഗ് പീസ് മയം. എല്ലാം പക്ക. നമ്മള് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്. ഇന്നൊരു ഡേ എന്ന് പറയുന്നത് ഫുള്ള് ബിസി ആയിരുന്നു. സമയം കിട്ടിയില്ല. ഞാൻ എഡിറ്റിംഗ് ആയിരുന്നു ഇരുന്ന്, പിന്നെ കുക്ക് ചെയ്ത്, പിന്നെ കുഞ്ഞിന്റെ കാര്യം നോക്കി. സത്യം പറഞ്ഞാൽ പുറത്തോട്ട് പോലും ഇന്ന് അതുമല്ല, ഇന്ന് ആദ്യമായിരുന്നു അമ്മയൊന്നും ആരും ഇല്ലാഞ്ഞിട്ട് കുഞ്ഞില്ലായിരുന്നു. നമ്മൾ രണ്ടുപേരും മാത്രമായിട്ടുള്ള ഫസ്റ്റ് ഡേ ആയിരുന്നു ഇല്ലേ? അമ്മ എടുക്കും, സമയം ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഫുൾ ഡേ നമ്മള് 3 പേരും ഇനി അങ്ങോട്ട്. അപ്പം എന്തായാലും അടിപൊളി ദിവസമായിരുന്നു. ബിരിയാണി സൂപ്പർ ആയിരുന്നു. സാറ് ഉറങ്ങും സാറേ. സാറിങ്ങനെ ലൈറ്റൊക്കെ നോക്കി ഇങ്ങനെ നടക്കുക കേട്ടോ. എന്തുവാ നോക്കുന്നേ? ഉറങ്ങുന്നില്ലേ? ഉറങ്ങുന്നില്ലേ നീ? നീ ഉറങ്ങുന്നില്ലേ? ആര് കൈ അങ്ങോട്ട്? ഓ, കൈ പിടിക്കുന്ന ഇഷ്ടമല്ലോ. കൈ താടാ, കഴിച്ചു താടാ. ഓ ഓ ഓ ഡാൻസ് കളിക്കുന്ന.
അപ്പൊ ഗൈസ് എന്തായാലും ഹാപ്പി ആയിട്ട് ഈ ഒരു വ്ലോഗ് കൂടെ വൈകിട്ട് വേണം സുഹൃത്തുക്കളെ. അപ്പം നാളെ കാണാം സുഹൃത്തുക്കളെ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഹോപ്പ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ കാണുന്നവരെ ബൈ. എന്റെ അമ്മ അടിക്കുന്നതിന് നീ എന്നെ നോക്കുന്നത് ഇതൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് പറയാൻ വേണ്ടിട്ട്. ഒന്നും കൊണ്ട് പുറത്തോട്ട് വരുന്നില്ല. എന്ന് വരും പുറത്തോട്ട്.